ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കുന്നതിൽ കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയത് മാതൃകാ പ്രവർത്തനം. വീടുകൾ നിർമ്മിക്കാൻ 400 സെന്റ് ഭൂമി ദാനമായും ലഭിച്ചു. ഈ മാതൃകാ പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ ആദരിക്കുമെന്ന് കെ.വി. സുമേഷ് എം.എൽ.എ. പറഞ്ഞു. കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ വേദിയിൽ ചൊവ്വാഴ്ചയാണ് ആദരവ്. കണ്ണൂർ ജില്ലയിൽ ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതികൾ വഴി 25,307 വീടുകളാണ് അനുവദിച്ചത്. ഇതിൽ 21,328 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 3,979 വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലുമാണ്. 853 കോടി രൂപയാണ് ഇതിനായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. ലൈഫ് PMAY പാർപ്പിട പദ്ധതികളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മനസ്സോടിത്തിരി മണ്ണിന്റെ ഭാഗമായി ഓഫർ ലെറ്റർ നൽകിയിട്ടുള്ള വ്യക്തികൾക്കും ആദരവ് നൽകുമെന്ന് കെ.വി. സുമേഷ് എം.എൽ.എ. പറഞ്ഞു. മന്ത്രി എം പി രാജേഷാണ് ഇവരെ ആദരിക്കുക. പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ വേദിയിൽ വെച്ചാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 ആദരവ് പരിപാടി നടക്കുകയെന്നും എം.എൽ.എ. പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ ഒരു വലിയ നേട്ടമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. ഏതാണ്ട് 61 ലോക്കൽ ബോഡികൾ ഈ അർത്ഥത്തിലേക്കുള്ള ഒരു പൂർത്തീകരണം നടത്തി. അത് ഒരു വലിയ ഇനീഷ്യേറ്റീവാണ്, സ്റ്റെപ്പാണ്. ആകെ 853 കോടി രൂപ ഭവന നിർമ്മാണ പ്രവൃത്തിയാണ്. നമ്മുടെ ആകെ തുക പറയുമ്പോൾ 853 കോടി രൂപയുടെ ഭവന നിർമ്മാണമാണ് നമ്മുടെ ജില്ലയിൽ പൂർത്തിയായത്. അപ്പം നമ്മുടെ ജില്ലയിൽ 61 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കി എന്നുള്ളത് വളരെ മികച്ച ഇനീഷ്യേറ്റീവാണ്. അവരെ ആദരിക്കുക, അതിൻ്റെ ഒരു പ്രഖ്യാപനവുമാണ് തദ്ദേശ വകുപ്പ് മന്ത്രി നാളെ നിർവഹിക്കുന്നത്. മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് 400 സെന്റ് ഭൂമിയാണ് ലഭിച്ചത്. ഇതിൽ 176 സെന്റ് ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. വിവിധ പാർപ്പിട പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഭവനരഹിതരായ ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്നതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയതെന്നും കെ.വി. സുമേഷ് എം.എൽ.എ. പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.കെ. രത്നകുമാരി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം. ശ്രീധരൻ, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം. പി. വിനോദ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.